ഇന്നത്തെ ടോപ്പിക് നമ്മുടെ നീ ജോയിന്റിന്റെ അകത്ത് നമ്മുടെ തൊടയുടെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ രണ്ട് വാഷർ ഉണ്ട്. സോ ഇന്നത്തെ ടോപ്പിക് അതിനെപ്പറ്റി സംസാരിക്കാനാണ്. അതിന്റെ ഫംഗ്ഷൻ, അതെങ്ങനെ ഡാമേജ് ആവാം, ഡാമേജ് ആയ സിംറ്റംസ് എന്താ, പിന്നെ ട്രീറ്റ്മെന്റ്. ഇത് രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് ഒരേ മുട്ടിലെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് ഉൾഭാഗത്തും പുറത്തുള്ള ഭാഗത്തും. ഇതൊരു റബ്ബർ പോലെ ഒരു കൺസിസ്റ്റൻസി ഒരു സ്ട്രക്ചറാണ്, ഒരു സി ഷേപ്പ്. ഇതിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ തൊടയുടെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ ഷോക്ക് അബ്സോർബർ പോലെ, അതായത് ലോഡിങ്, എല്ലുകൾ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ലോഡിങ് വരാതിരിക്കാനാണ് ഇതിന്റെ ഫംഗ്ഷൻ. രണ്ടാമത്തെ കാര്യം, ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ്. എസ്പെഷ്യലി നമ്മൾ ചാടുമ്പോൾ നമ്മുടെ എല്ലുകൾ തമ്മിൽ ഇങ്ങനെ ജാം ആവാതിരിക്കാനാണ് ഈ മെനിസ്കസിന്റെ ഫംഗ്ഷൻ. മൂന്നാമത്തെ ജോയിന്റ് സ്റ്റെബിലൈസർ. ഈ വാഷർ ഡാമേജ് ആയാൽ മുട്ട് തെറ്റാൻ സാധ്യതയുണ്ട്. മുട്ട് തെറ്റിയാൽ ചുറ്റുമുള്ള ലിഗമെന്റ്സും ഡാമേജ് ആവും. പിന്നെ നാലാമത്തെ ഫംഗ്ഷൻ, ഇതൊരു സ്പോഞ്ച്, ലൂബ്രിക്കൻ സ്പോഞ്ച് പോലെയാണ്. നമ്മളുടെ ജോയിന്റിനകത്ത് ഫ്ലൂയിഡ് അത് അബ്സോർബ് ചെയ്തിട്ട് ലോഡിങ് വരുമ്പോൾ അത് സ്ലോ ആയിട്ട് തിരിച്ച് ജോയിന്റിലേക്ക് കൊണ്ടുവരും. സോ ഇത് ഡാമേജ് ആയാൽ എന്താ പറ്റുക, കറക്റ്റായിട്ട് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല. സോ തൊടയുടെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ ലോഡിങ് കൂടും, അത് തേയ്മാനമായി മാറും. നമുക്ക് നോക്കാം എങ്ങനത്തെ ടൈപ്പ് ക്രാക്സ് ആണെന്ന് വരാം. ഒന്നെങ്കിൽ വേർട്ടിക്കൽ, അതായത് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ റേഡിയൽ. വേർട്ടിക്കൽ ടയർസ് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ നമ്മൾ ട്വിസ്റ്റിംഗ് ഇഞ്ചുറി വരുമ്പോൾ, അതായത് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തിരിയുക, നമ്മളുടെ താഴത്തെ എൽ സ്റ്റഡിയിൽ നിന്നിട്ട് തൊടയുടെ എല്ല് തിരിയുമ്പോൾ ഇങ്ങനെ വേർട്ടിക്കൽ ആയിട്ട് ടയറും. പിന്നെ റേഡിയൽ ടയർ ഉണ്ട്, അതായത് ഇങ്ങനെ, അതായത് നമ്മൾ വെയിറ്റ് പൊന്തിച്ചിട്ട് കുത്തിരിക്കുക. പിന്നെ പ്രായം കൂടുതോറും ചില ആൾക്കാർക്ക് തേയ്മാനം വരാറുണ്ട്. ഇതിന്റെ സിംറ്റംസ്, ഇത് ടയർ വരുമ്പോൾ ഇത് ജോയിന്റിന്റെ ഇടയിൽ സ്റ്റക്ക് ലോക്കാവും. ജോയിന്റിന്റെ ഇടയിൽ ലോക്ക് ആയാലും എന്താ പറ്റുക, ഫുള്ളായിട്ട് മടക്കും നിർത്താൻ പറ്റില്ല. അതാണ് ലോക്ക്ഡ് നീ എന്ന് പറയുക. സെക്കൻഡ്, നീര് വരും. തേർഡ്, പെയിൻ വരും. സോ എന്താ പറ്റുന്ന വെച്ചാൽ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് മുട്ട് ട്വിസ്റ്റായി, മുട്ട് തെറ്റണില്ല, പക്ഷെ നല്ല പെയിൻ വന്നു. പെയിൻ വരുന്ന സമയത്ത് മുട്ടിന്റെ റേഞ്ച് ഓഫ് മോഷൻ റിസ്ട്രിക്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം ഒരു വാഷർ ടയർ ഉണ്ടെന്ന്. ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. ഇത് വെച്ച് നമ്മൾ നടന്നാൽ തേയ്മാനങ്ങൾ വരാൻ തുടങ്ങും. കാരണം നമ്മുടെ തൊടയുടെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ ഇങ്ങനെ അറിയാൻ തുടങ്ങും, ലോഡിങ് കൂടും. സെക്കൻഡ് തിങ്, ചില ടയർ സിവിയർ ആണെങ്കിൽ ഇത് ജോയിന്റിന് ഇടയിൽ കൊടുക്കും. ഇടയിൽ കൊടുക്കാൻ എന്താ പറ്റുക, മുട്ടിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടില്ല. നമ്മളുടെ ഡയഗ്നോസിസ് എങ്ങനെയാ വരാം, ഡെഫിനറ്റ്ലി അത് MRI ആണ്. എക്സ്റേ എന്തായാലും വേണം, ബട്ട് MRIയിലാണ് നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ടൈപ്പ് വാഷർ ടയർ ഉണ്ട്. യൂഷ്വലി പുറത്തുള്ള ഭാഗത്ത് വാഷർ ടയർ വന്നാൽ നമുക്ക് സർജറിയുടെ ആവശ്യം വരില്ല, കാരണം അവിടെ ബ്ലഡ് സപ്ലൈ കൂടിയ കാരണം അത് തന്നെ ഹീലാവും. വാഷറിന്റെ സെൻട്രൽ സൈഡിൽ അല്ലെങ്കിൽ ലാർജ് ടയർ ആണെങ്കിൽ നമുക്ക് കീ ഹോൾ വഴി അത് തുന്നാം. ഭയങ്കര ഡാമേജ് ഉണ്ടെങ്കിൽ, അത് ചെതറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷറിന്റെ ഒരു ഭാഗം എടുത്ത് കളയേണ്ടി വരും. കാരണം ചെയ്തില്ലെങ്കിൽ അത് ലോക്ക് ആയിക്കൊണ്ടിരിക്കും. ഈ ഡാമേജ് ചെതറിയ ഭാഗം ജോയിന്റിനിടയിൽ കുടുങ്ങിയിട്ട് ലോക്ക് ആവും. പെട്ടെന്ന് ഓടിയാൽ മുട്ട് ലോക്കായി നമ്മൾ വീഴും. ഇതിന്റെ ഫ്യൂച്ചർ ടെക്നോളജീസ് ഒക്കെ ഉണ്ട്, ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ സ്കാഫോൾഡ്സ് ഒക്കെ. ബട്ട് അത് ഇന്ത്യയിൽ അത് അത്രയും കോമൺ അല്ല. സോ നമുക്ക് എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റാം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം ആഡക്വേറ്റ് വാമപ്പ് ആണ്. പിന്നെ നമ്മുടെ മസിൽ സ്ട്രോങ് ആക്കാം, എസ്പെഷ്യലി നമ്മുടെ ഹിപ്സും തായ് മസിൽസും. പിന്നെ നമ്മുടെ മുട്ടിനകത്ത് വല്ല ക്ലിക്കിംഗ് ശബ്ദം വന്നാൽ, അല്ലെങ്കിൽ നീര് എപ്പോഴെപ്പോഴും വരാം, അല്ലെങ്കിൽ മുട്ട് തെറ്റിക്കൊണ്ടിരിക്കാൻ തോന്നുകയാണെങ്കിൽ ആസ് ഏർലി ആസ് പോസിബിൾ ഓർത്തോപെഡിക് സർജനെ കാണിക്കാം. ആസ് ഓൾവേസ്, നിങ്ങൾക്ക് ഈ കണ്ടന്റ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.